അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടോ. അപ്പം നമ്മൾ ഇന്നിവിടെ കുറച്ച് മഞ്ഞൾ ഉണ്ടാക്കുക കേട്ടോ, മഞ്ഞൾപ്പൊടി. അപ്പോൾ നമ്മളെ വീട്ടിലുണ്ടായതാട്ടോ. കുറച്ച് പഞ്ചായത്തിൽ നിന്ന് ചെറിയ ഒരു കിറ്റിൽ കുറച്ച് മഞ്ഞളുടെ വിത്ത് കഴിഞ്ഞെല്ലാം കിട്ടിയതായിരുന്നു. അതിങ്ങനെ കത്തിൻ്റെ ചുണ്ടുകൊണ്ട് ഇങ്ങനെ തോണ്ടിയാണ്ട് മണ്ണിൽ ഞാൻ കുഴിച്ചിട്ടേട്ടോ. പക്ഷേ സംഭവം നല്ല ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ അതിൻ്റെ വേരും നാരൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇങ്ങനെ ഒരു ബക്കറ്റിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനത് കുറച്ചായതിൻ്റെ പേരിലാണ് പുഴുങ്ങാത്ത കേട്ടോ. അത് ഞാൻ ഇങ്ങനെ ചെത്തി വെച്ചിട്ടുണ്ട് വെയിലത്തിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ തോനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിലത്തിട്ട് പുഴുങ്ങിയതിന് ശേഷം ഇട്ട് ഉണക്കിയാൽ മതി. ഇതിപ്പോൾ അതിനൊന്നും ഇല്ല. ഏറിയൊന്ന് ഉരുളുണ്ടാവും ഇക്കാരം ഉണങ്ങി വരുമ്പോൾ. അപ്പോൾ ഞാനിതിങ്ങനെ ചെത്തിയിട്ട് ചെറുതാക്കി കട്ടില്ലാതെ ചെത്തിയാട്ടാ. എന്നിട്ട് വാർപ്പിൻ്റെ മേലെ വെയിലത്തൊരു ബെഡ്ഷീറ്റിൽ കൊണ്ടിട്ടാട്ടാ. ഇനി കുറേ ദിവസം വെച്ച് ഉണങ്ങണം തോന്നുന്നു. ഇതിങ്ങനെ പൊട്ടിച്ചാൽ പൊട്ടാതിരിക്കണം, അതുവരെ ഉണങ്ങണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ 2-3 ദിവസം ഞാൻ 2-3 ഒരാഴ്ചയോളം ഇട്ടിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ നല്ല അങ്ങോട്ട് ഉണങ്ങിയിട്ട് ഇങ്ങനെ നെരുന്നെരുപ്പായി വരും. അതിൻ്റെ ശേഷം നമുക്കെടുത്ത് പൊടിക്കാൻ പറ്റുള്ളൂ. നമുക്ക് മില്ലിൽ കൊടുത്തേക്കണം, മില്ലിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ചെറിയ ജാറിലിട്ടിട്ട് ഇങ്ങനെ പൊടിച്ചെടുത്തുകൊണ്ട് നമുക്ക് അരിപ്പൊക്കെ അരിച്ചെടുക്കട്ടോ. അപ്പോൾ നല്ല ശുദ്ധമായ മഞ്ഞൾ കിട്ടും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയാൽ ഉണ്ടാവും നമ്മളെ വീട്ടിലൊക്കെ. വെറുതെ ഒന്ന് പരീക്ഷണത്തിന് ഇതപ്പോൾ 2-3 ദിവസം കഴിഞ്ഞതിൻ്റെ രസമുള്ളതാണിത്. അപ്പോൾ നമ്മളത് ഒരു ഇതൊക്കെ ഉണങ്ങി ഇതാ ഞാൻ വാരി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് ഇങ്ങനെ ഈ പരിവാണ് ആയിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിത് മിക്സിൻ്റെ ജാറിലിട്ട് കുറേച്ചെടുത്ത് പൊരിക്കാം. ഇത് എങ്ങനെയായാലും നമുക്ക് 1 കിലോ ഉണ്ടാവും എന്തായാലും കേട്ടോ. വല്ല മഞ്ഞളിനും കുറേ പൈസ കൊടുക്കണ്ടേ. ഇത് കാണുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് മഞ്ഞ ഉള്ളതായിട്ട് തോന്നുന്നില്ല കേട്ടോ. പക്ഷെ പൊടിച്ചപ്പോൾ നല്ല മഞ്ഞ കളർ ഇട്ടാ. എന്തോ ഒരു ഭംഗിയുള്ള കളറ്. നമ്മൾ വാങ്ങണ മഞ്ഞൾ ഇത്ര മഞ്ഞയില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ ആദ്യം ഇങ്ങനെ ജ്യൂസ് അരിപ്പൊക്കെ ഇങ്ങനെ അരിച്ചാണ്ട് പിന്നെ ചെറിയ അരിപ്പൊക്കെ ഞാൻ അരിക്കോട്ടെ ചെറിയ കള്ളുള്ള അല്ല കണ്ണിയുള്ള ഇതിലാകുമ്പോൾ ബേമ്പേ അങ്ങോട്ട് വലിയ തരിയൊക്കെ അങ്ങോട്ട് പോകുന്നോളും അല്ല. അപ്പോൾ അതൊന്നും കൂടെ മിക്സിൻ്റെ ജാറിലിട്ട് പിന്നെ പൊടിക്കാല വെച്ചിട്ടാണ്. അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ പൊടിച്ചെടുക്കട്ടോ. ബാക്കിയൊക്കെ ഞാൻ പൊടിച്ച് കഴിഞ്ഞ് ഇതും കൂടെ ഉള്ളൂ. പിന്നെ കുറേ നേരം വെച്ചിട്ട് അത് പൊടിച്ചിട്ട് അതിങ്ങനെ നല്ല ഉറപ്പുള്ളതായതുകൊണ്ട് മിക്സി പെട്ടെന്ന് ചൂടാവുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കുറേ നേരം അയക്കണം. അപ്പോൾ നമ്മൾ എല്ലാതും പൊടിച്ച് തേച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. 1 കിലോ ഉണ്ട് കേട്ടോ ഞാൻ നോക്കിയത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി. നല്ല ശുദ്ധമായ മഞ്ഞളല്ല, വലിയ ഇതൊന്നുമില്ല. നമ്മളതിനകത്ത് കുറച്ച് ചാണകവും തോലും ഒക്കെ ഇട്ടുകൊണ്ട് മൂടി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഉണ്ടാവും കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി. എല്ലാവരോടും അസ്സലാമു അലൈക്കും.